കുറേ നാളായിട്ട് ഭാര്യ പറയുന്നുണ്ടായിരുന്നു ഒരു കോഴിക്കോട് ഉണ്ടാക്കണമെന്ന്. അപ്പോൾ കോഴിക്കോട് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്ത സമയത്ത് ഞങ്ങൾ കടകളിലൊക്കെ പോയി അന്വേഷിച്ചു. ഏകദേശം 12,000 രൂപയൊക്കെ റേറ്റ് പറയുന്നുണ്ട്. അതുപോലെ ക്വാളിറ്റി തീരെ കുറഞ്ഞ കൂടാണ്. അപ്പോൾ നമുക്ക് പൈസ കൊടുത്താലും കുഴപ്പമില്ലായിരുന്നു, നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണെങ്കിൽ കുഴപ്പമില്ല. അത് തീരെ കട്ടി കുറഞ്ഞ നെറ്റ് വെച്ചിട്ട് വട്ടത്തിൽ വെറുതെ ചെയ്തേക്കുന്ന കൂടാണ്. അപ്പോൾ അത് കൂടെ നമുക്ക് ഒരുപാട് കാലമൊന്നും നിൽക്കില്ല, കാരണം മഴയൊക്കെ കൊണ്ടുപോകുമ്പോൾ പെട്ടെന്ന് തുരുമ്പെടുത്ത് പോവും. അതുപോലെ ആ വലിയ പൊത്ത വരുന്ന നെറ്റിൽ വരുന്ന കൂടാണ്. അപ്പോൾ അത് വെച്ചിട്ടുണ്ടെങ്കിൽ അവരോട് പാമ്പ് കയറുന്നതെന്ന് ചോദിച്ചു കഴിയുമ്പോൾ അവർ വന്ന് പാമ്പ് കയറാതിരിക്കാൻ വേണ്ടി അതിൻ്റെ പുറത്തുകൂടെ വേറെ നെറ്റ് വെച്ച് അടിച്ചാൽ പോരെ എന്നൊക്കെ പറഞ്ഞു. അപ്പം കൂടും വാങ്ങി അതിന് പുറകെ നമ്മൾ വേറെ നെറ്റും അടിക്കണം. അപ്പം അതൊക്കെ വലിയ പൈസ ചിലവാണ്. അതിൽ നല്ലത് അന്നേരമാണ് നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയാലോ എന്നൊരു പ്ലാൻ വന്നത്. അതുകൊണ്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കിയാണ്. ഈ കൂടെ ഉണ്ടാക്കിയിട്ട് ഇപ്പം ഏകദേശം 2 മാസമായി. 2 മാസം കഴിഞ്ഞു കോഴി ഉണ്ടാക്കിയിട്ട്. 9 കോഴിയുണ്ട്. 9 കോഴിയിൽ 1 പൂവനാണ്, 8 പിടയുണ്ട്. അപ്പോൾ ഞങ്ങൾ നാടൻ ഇപ്പോൾ ഗ്രാമശ്രീ എന്ന് പറഞ്ഞ കോഴിയാണ് ഞങ്ങൾ വാങ്ങിയിട്ടേക്കുന്നത്. ഇപ്പോൾ 2 മാസം കഴിഞ്ഞു ഞങ്ങൾക്ക് മുട്ടയൊക്കെ കിട്ടാൻ തുടങ്ങി. 2-3 മുട്ടയൊക്കെ ഇപ്പോൾ ഡെയിലി കിട്ടുന്നുണ്ട്. അപ്പം പിള്ളേർക്ക് വേണ്ട മുട്ടയൊക്കെ നമുക്ക് ഇവിടുന്ന് തന്നെ കിട്ടും, നമുക്ക് വേറെ വാങ്ങേണ്ട ആവശ്യമില്ല. പുറത്ത് നാടൻ മുട്ടയ്ക്ക് ഏകദേശം ഒരു 8 രൂപ ആൾക്കാർ വാങ്ങുന്നുണ്ട്. അപ്പം നമുക്ക് വീട്ടിലുള്ള ചെറിയ വേസ്റ്റുകൾ, ഫുഡുകൾ, അതായത് പിള്ളേർ വേസ്റ്റ് ആക്കുന്ന ഫുഡുകളൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ ഗോതമ്പ് വളരെ കുറച്ചേ കൊടുക്കുന്നുള്ളൂ, ഒരുപാടൊന്നും കൊടുക്കുന്നില്ല. അപ്പം ഈ കൂട് എല്ലാവർക്കും സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കാവുന്നേ. അപ്പം വളരെ കുറഞ്ഞ ചിലവിൽ ഏകദേശം ഈ കൂട് ഉണ്ടാക്കാനായിട്ട് എനിക്കൊരു 4,500 രൂപയൊക്കെ ചിലവ് വന്നിട്ടുണ്ട്. അപ്പം ഇന്ന് നമ്മുടെ കോഴിക്കോട് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. എല്ലാവർക്കും മൈമാക് ടൂൾ ബോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മാർക്കറ്റിൽ പോയിട്ട് സാധനമൊക്കെ വാങ്ങി കൊണ്ടുവന്നു. അതിൻ്റെ നമ്മുടെ വർക്ക്ഷോപ്പ് മേലെയാണ്, തട്ടുംപുറം വർക്ക്ഷോപ്പാണ്. അപ്പോൾ ഇതെല്ലാം അയച്ച് നമുക്ക് മേലെ കയറണം. അപ്പോൾ ഒറ്റയ്ക്കേ ഉള്ളൂ. ഇതേപോലെ നമ്മുടെ കയ്യിലെല്ലാം വരവിടാൻ ചാൻസ് ഉണ്ട്, കാരണം കമ്പിയുടെയൊക്കെ സൈഡ് കൊണ്ടിട്ട്. അപ്പോൾ വർക്ക് ഡ്രസ്സ് ഇടുവാണെങ്കിൽ നമ്മുടെ കയ്യിലൊന്നും ഇതേപോലെ കട്ടിങ് ഒന്നും വരത്തില്ല, അതിനൊന്നും ചെറിയ വരയൊന്നും വരില്ല. ഇതാണ് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ സേഫ്റ്റി ഡ്രസ്സ്, അതായത് വർക്ക് ഡ്രസ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ആമസോണിലെല്ലാം അവൈലബിൾ ആണ്. വളരെ വില കുറവാണ്, ഒരു 1000 ഈ ഇത് വരുള്ളൂ. 1000 കൂടിയതുമുണ്ട്. അത്യാവശ്യം നല്ല പറഞ്ഞാൽ എല്ലാവരും വാങ്ങുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഞാൻ ആ കമ്പി കയറ്റുന്ന സമയത്ത് എൻ്റെ കയ്യിലിവിടെ വരഞ്ഞു. അപ്പോൾ ഞാനിത് ഇട്ടിട്ടില്ലായിരുന്നു. ഞാനിപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ 4 അടി നീളം, അതുപോലെ തന്നെ 3 അടി വീതി, 2 അടി ഹൈറ്റുള്ള ഒരു കോഴിക്കോടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് 2.5 റാഡ്, അതായത് ചെറിയ നെറ്റായതുകൊണ്ട് നമുക്ക് 2.5 റാഡ് വേണം, അല്ലെങ്കിൽ കത്തിപ്പോവും, നമുക്ക് വെൽഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഒരു ഗ്രൈൻഡിങ് മെഷീന്, ഒരു കട്ടിംഗ് ബീഡ് വേണം, അതുപോലെ തന്നെ ഒരു വെൽഡിങ് മെഷീന്. അപ്പോൾ ഇത്രേ നമുക്ക് ആവശ്യമുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പെൻസില് ടേപ്പ്. അപ്പം പെൻസിലും ടേപ്പും മസ്റ്റാണ്. ടേപ്പില്ലാതെ നമുക്കൊരു പണി നടക്കില്ല. ഇത് 3 ഫീറ്റ് വീതിയുള്ള നെറ്റാണ്, അത് നമ്മൾ 8 ഫീറ്റ് വാങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു നെറ്റാണെങ്കിൽ ഇത് 4 ഫീറ്റ് വീതിയുള്ളതാണ്, അത് നമ്മളൊരു 8 ഫീറ്റ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നെറ്റ് നമുക്ക് ആവശ്യമുള്ളൂ. ഇത് അത്യാവശ്യം നല്ല തിക്കുള്ള കമ്പിയാണ്. ഇത് നമുക്ക് വെൽഡ് ചെയ്യാം. അരയ്ക്കരയാണ്, ഇത് 1/2 ഇഞ്ച് വീതി 1/2 ഇഞ്ച് നീളമുള്ള ഗ്യാപ്പാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പാമ്പൊന്നും കയറത്തില്ല. കുറച്ച് വലിപ്പമുള്ളത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ കോഴിയൊന്നും ഇടാൻ പറ്റത്തില്ല, കാരണം പാമ്പൊക്കെ കയറി പിടിച്ചാൽ. ഇത് നമ്മൾ എടുത്ത ആംഗ്ലർ നമ്മൾ മേടിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ഇഞ്ച് 1 നൂല് ആംഗ്ലർ നമ്മൾ വാങ്ങിയിട്ടുണ്ട്, 3 എണ്ണം വാങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് 3/4 ഇഞ്ച് വട്ട ഒരു ലെങ്ത്ത് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. 4 ഫീറ്റ് 4, 3 ഫീറ്റ് 4, 2 ഫീറ്റ് 4. അപ്പോൾ ഇത്രയും കട്ട് ചെയ്യണം. അപ്പോൾ
അപ്പം ഇവിടെ ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്നത് ഇത് നമ്മുടെ 3 അടിയുടെ 4 പീസ് നമ്മൾ കട്ട് ചെയ്താണ്. അപ്പോൾ 3 അടിയുടെ 4 പീസ് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ എഡ്ജ്, അതായത് അതിൻ്റെ ഒരു സൈഡിൽ നമ്മൾ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഈ സൈഡിൽ നിന്ന് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യണം, ഇവിടെ ഇങ്ങനെ. പിന്നെ ഇവിടെ ഒരു, അതായത് ഈ സൈഡിൽ നമ്മൾ ഈ പട്ടയുടെ ഒരു തിക്നെസ് ഇല്ലേ, അത് ഒരു നൂല് ഈ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് കളയണം. ഒരു നൂല് ഈ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് കളയണം. ആ പട്ടയുടെ 1 ഇഞ്ച്, അതായത് ആ പട്ടയുടെ വീതി നമ്മൾ ഈ സൈഡിൽ നിന്നും കട്ട് ചെയ്ത് കളയണം. അപ്പോൾ അങ്ങനെ ഇത് ഇപ്പോൾ 4 സൈഡും ഇതിൻ്റെ ഈ 4 പട്ടയും നമ്മൾ അതുപോലെ കട്ട് ചെയ്തു. അതുപോലെ അപ്പുറത്തെ സൈഡ് നമ്മൾ അതേപോലെ തന്നെ കട്ട് ചെയ്തു. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് കറക്റ്റ് അത് കിട്ടും. ഇതുണ്ടോ 3 ഇഞ്ച് 3 അടി നമുക്ക് പക്ക 3 അടി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ പീസ് കട്ട് ചെയ്ത് തരുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് നെറ്റ് ചിലപ്പം തികയാതെ വരികയൊക്കെ ചെയ്യും. 2 അടി നമുക്ക് ഓരോ ഇഞ്ച് വെച്ച് ആ പട്ടയുടെ വീതി, അതായത് 1 ഇഞ്ച് വീതിയുള്ള പട്ടയാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ 1 ഇഞ്ച് വീതിയുടെ പട്ട നമ്മൾ അവിടെ 1 ഇഞ്ച് വീതി 2 സൈഡിൽ നമ്മൾ കുറയ്ക്കണം. അപ്പോഴാണ് നമുക്ക് 2 ഇഞ്ച് കറക്റ്റ് നമുക്ക് ഹൈറ്റ് കിട്ടുന്നത്. 2 അടി അടിഭാഗം വരുന്നതാണ്. അപ്പോൾ ഇതിന് നമ്മൾ നടുക്കൂടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, ഒരു നെറ്റ് തൂങ്ങിപ്പോയിരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ നെറ്റ് കട്ട് ചെയ്തിട്ട് സെയിം സൈസിൽ, ഇത് 3/4 ഉള്ള സൈസാണിത്. അതായത് 3 അടിയിലുള്ള നമ്മൾ വാങ്ങിയ ഷീറ്റിൻ്റെ പകുതി കട്ട് ചെയ്തു, പകുതി നമുക്ക് മേൽഭാഗത്തേക്ക് യൂസ് ചെയ്യാം. 2 അടിയാണ് നമ്മൾ ഹൈറ്റ് ഇതിന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 2 അടി ഇപ്പോൾ ഈ പട്ട 1 ഇഞ്ചിൻ്റെ പട്ടയാണ്. അപ്പോൾ നമ്മൾ 2 അടി മൊത്തം എടുക്കണ്ട, കാരണം അടിയിലത്തെ ഈ ഷീറ്റിൻ്റെ 1 ഇഞ്ച് നമ്മൾ കുറയ്ക്കണം, മുകളിലെ ഒരു ഷീറ്റിൻ്റെ 1 ഇഞ്ച് നമ്മൾ കുറയ്ക്കണം. അപ്പോൾ നമ്മൾ 2 അടിയിൽ നിന്ന് 2 ഇഞ്ച് നമ്മൾ കുറച്ചാണ്. അപ്പം 22 ഇഞ്ചാണ് നമ്മൾ എടുത്തേക്കുന്നത്. കട്ട് ചെയ്ത് ഗ്രൈൻഡൊക്കെ ചെയ്ത് ഇറക്കിയിട്ടുണ്ട്. അത് നമ്മൾ ഈ ഒരു ഇതിൽ ഇങ്ങനെ വെൽഡ് ചെയ്യും.
നമ്മൾ മേലേക്കുള്ള പീസ് ഇത് നമ്മൾ വെൽഡ് ചെയ്തു മേലേക്ക്. അപ്പോൾ ഇനി നമ്മൾ ആദ്യം സൈഡിലെ നെറ്റെല്ലാം പിടിപ്പിക്കാൻ പോവാണ്.
അതിനോട് അവിടെ ഇരുന്നാൽ മതി. ഇത് അവിടെ ഇരുന്നോ. അപ്പോൾ കോഴിക്കോടിൻ്റെ പണി പകുതിയോളം കഴിഞ്ഞ്. ഇപ്പോൾ പകുതി ഞാൻ പ്രൈമർ അടിച്ചതാണ്. അതുപോലെ തന്നെ ഇത് കോഴിക്കോടിൻ്റെ മറ്റേ തീറ്റ കൊടുക്കുന്നതിന് മുകളിൽ അടപ്പാണ്, പശയൊന്നും കൊത്താതിരിക്കാനായിട്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇവിടെ അടിഭാഗത്ത് PVC പൈപ്പ് വരും. അപ്പോൾ ചെയ്തില്ല. പിന്നെ നമുക്കിതിന് ഫുഡ് വെള്ളം കൊടുക്കാനായിട്ട് ഈ സൈഡിലും, ഇതെൻ്റെ ഫ്രണ്ട് സൈഡാണ്, ഇതെൻ്റെ സൈഡിൽ ഇവിടെ വെള്ളത്തിന് വേണ്ടിയിട്ട് ഒരു ഇത് നമുക്ക് ഉണ്ടാക്കണം. അപ്പോൾ അതിൻ്റെ പണിയാണ് ഇന്ന്. അപ്പം
ഒട്ട് അങ്ങനെ തന്നെ കേട്ടോ കൊട്ടെ 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 അങ്ങനെ കൊട്ടെ 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 അങ്ങനെ തന്നെ ഇടുക്കി കാടുന്നു കൂട്ടാനായി കൂടും നീട്ടാനായി ആകാശത്ത്
ലൈറ്റാണല്ലേ. ഇത് നമ്മുടെ കോഴിക്ക് ഫുഡ് കൊടുക്കാനായിട്ടുള്ള ഇതാണ്. നമ്മളിവിടെ ഇങ്ങനെ വരും, അതിവിടെ ഇങ്ങനെ ബോക്സ് ഉണ്ടാക്കും, കട്ട് ചെയ്യും, എന്നിട്ട് ഇതിങ്ങനെ അടച്ചു വരും. അപ്പോൾ നമുക്ക് കോഴിക്ക് നമ്മളിവിടെ അകത്ത് ഇങ്ങനെ ഹോളിടും. അപ്പോൾ കോഴി അവിടെ നിന്ന് വെള്ളം കുത്തിയെടുത്ത് പോകും. അവിടെ നിന്ന് നമുക്ക് ഫുഡ് ഇടണമെങ്കിൽ ഇത് തുറന്നിട്ട് നമുക്കിവിടെ ഫുഡ് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ വർക്ക് ഏകദേശമൊക്കെ കഴിഞ്ഞു. അതായത് ഇത് വെള്ളത്തിനുള്ള പാത്രം, അതുപോലെ തന്നെ ഇതാണെങ്കിൽ നമ്മുടെ തീറ്റ കൊടുക്കുന്നതിനുള്ള പാത്രം, ഇത് ഡോറ്, ഇനി പെയിൻറ്റിങ് കൂടെ ബാക്കിയുണ്ട്. പെയിൻറ്റിങ് ചെയ്തിട്ട് നമുക്ക് കോഴിയിടാം. അപ്പോൾ നമ്മുടെ കോഴിക്കോട് ഏകദേശം കഴിഞ്ഞ് ഞാൻ അതായത് എടുത്ത് കാല് പിടിപ്പിച്ച് ഏകദേശം എൻ്റെ അടിയിൽ ഒരു തടം പോലെ അടിച്ച് കെട്ടിയിട്ട് ഞാൻ കോഴിക്കോട് സ്ഥാപിച്ചു. ഇനി ഇതിന് മുകളിൽ ഷീറ്റ് ഇടണം. അപ്പോൾ ഷീറ്റ് ഇടുന്നതിന് വേണ്ടിയിട്ടുള്ള മുകളിലൊരു പൈപ്പ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചെരിച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ ഇവിടെ കൂര പോലെയുള്ള ടൈപ്പ് അല്ല കൊടുക്കുന്നത്. കാരണം നമുക്ക് എൻ്റെ അടുത്ത് പഴയ ആസ്പെറ്റോസിൻ്റെ ഷീറ്റ് ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ ആ പ്ലാൻ മാറ്റിയിട്ട് സാധാ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ബാക്കിലേക്ക് ഇടാം. ഇത് നമ്മുടെ തീറ്റ ഇടുന്നതിന്, ഇത് വെള്ളം വെക്കുന്നതിനുള്ള പാത്രം, അടിയിൽ പാത്രം വരുന്നുണ്ട്. പാത്രമൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പം ഷീറ്റ് ഇടണം. ആസ്പെറ്റോസ് ഷീറ്റ് ഇത് അവിടെ ഇരിക്കുന്നു. അപ്പോൾ ഇനി കട്ട് ചെയ്തിട്ട് ഇടണം. ഷീറ്റ് ഇടുന്നൊന്നും മഴയായതുകൊണ്ട് എടുക്കാൻ പണിയാണ്. അപ്പോൾ ഞാൻ ഇനിയും ഷീറ്റൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് കാണിക്കാം, കോഴിയെ ഇട്ട് കഴിഞ്ഞിട്ട് കാണിക്കാം. കാരണം മഴ ആയതുകൊണ്ട് തന്നെ മഴയത്താണ് ഇപ്പം അടിയിലെ കാലൊക്കെ വെൽഡ് ചെയ്തത്. നമ്മൾ 4 അടി നീളവും 3 അടി വീതിയും 2 അടി ഹൈറ്റും ഉള്ള കൂടാണ്. അതൊരു 12-13 കോഴിയൊക്കെ നമുക്ക് ഇടാം. അപ്പോൾ നമ്മുടെ കോഴിക്കോടിൻ്റെ പണി ഏകദേശം കഴിഞ്ഞു. ഇനിയിപ്പം ഷീറ്റിൻ്റെ അടുത്ത് മറ്റേ ലോക്ക് ഇടണം. അത് മാത്രമേ ഉള്ളൂ ഇനി വർക്ക്. ജസ്റ്റ് ഇപ്പോൾ കല്ല് ഇപ്പോൾ ഇത്ര അടുത്തായതുകൊണ്ട് ഞാൻ ചാടി കയറാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു തട്ടും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ഷീറ്റ് ഇട്ടപ്പോൾ ഇതിൻ്റെ എല്ലാ സൈഡിലേക്കും കുറച്ച് കൂട്ടിയിട്ടുണ്ട്. അതായത് 4 സൈഡിലേക്കും. കാരണം ചാറ്റിലൊന്നും അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബാക്കിലേക്കും ഒരു ഇത്രയോളം പുറത്തേക്ക് തള്ളി ഇട്ടേക്കുന്നത്. കുറച്ച് വലുതാകുമ്പം ഒട്ടും വെള്ളം ഉള്ളിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പം ഇത് നമുക്ക് കോഴിക്ക് തീറ്റ കൊടുക്കാനുള്ള ട്രേ ആണ്. അപ്പം പുറത്തുനിന്ന് പക്ഷികളൊന്നും വന്നിട്ട് നമുക്ക് ഗോതമ്പൊന്നും കൊത്തി തിന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഇത് കൊടുത്തേക്കുന്നത്. അതിൻ്റെ ഇത് നമ്മൾ PVC വെച്ച് ചെയ്താണ്. PVC കട്ട് ചെയ്തിട്ട് അതിൻ്റെ സൈഡ് ജോയിൻ്റ് ചെയ്താണ്. ഇതാണെങ്കിൽ അതുപോലെ തന്നെ വെള്ളം നമുക്ക് കൊടുക്കാനായിട്ട് ഉള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗത്ത് നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് കോഴിക്ക് തലയിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ റെഡിമെയ്ഡ് വാങ്ങുന്ന കൂടാകുമ്പോൾ നമുക്ക് ഇതുപോലെ സ്ട്രോങ് ആയിരിക്കത്തില്ല. അതുപോലെ ഈ ഫ്രെയിമൊന്നും വരത്തില്ല, സൈഡിലുള്ള ഫ്രെയിമൊന്നും ഉണ്ടാവില്ല. അവർ ജസ്റ്റ് ഇങ്ങനത്തെ നെറ്റ് തന്നെ ബെൻഡ് ചെയ്തിട്ട് ജസ്റ്റ് വട്ടത്തിൽ മറ്റേ കെട്ടുകമ്പി ഇട്ടിട്ട് കെട്ടിയൊക്കെ ആവും. നെറ്റിൽ നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ മാത്രം നമ്മൾ എപ്പോക്സിയുടെ പെയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. പ്രൈമർ എപ്പോക്സി അടിക്കണം. അപ്പോൾ എപ്പോക്സി പെയിൻ്റ് ആണെങ്കിൽ ഒട്ടും നമുക്കങ്ങനെ നെറ്റ് പെട്ടെന്നൊന്നും പോകുന്നില്ല. അഥവാ നെറ്റ് പോയാൽ തന്നെ അടിയിലത്തെ നെറ്റ് മാത്രമേ പോകാൻ ചാൻസ് ഉള്ളൂ. പൊഴിയിലത്തെ നെറ്റ് പോകുകയാണെങ്കിൽ നമുക്ക് ആ നെറ്റൊക്കെ മാറ്റിയാൽ മതിയല്ലോ. ഇനി നമുക്ക് ഈ കൂടെ ഒരു ലൈഫ് ടൈമാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഈ ഷീറ്റ് ഇടുന്നതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഷീറ്റ് നിങ്ങൾക്ക് ചെരിച്ച് നമ്മുടെ വീട് പോലെ തന്നെ ചെയ്യാം. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഷീറ്റ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി പഴയ ഞങ്ങളെ പൊളിച്ച ഷീറ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ആ ഷീറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെരിച്ചത്. നമുക്ക് ഇതിൻ്റെ ആവശ്യമുള്ളൂ, കുഴപ്പമൊന്നുമില്ല. ഇത് പിന്നെ നിങ്ങൾക്ക് ഷീറ്റൊന്നും ഇല്ലെങ്കിൽ നമുക്ക് സ്റ്റീലിൻ്റെ ഷീറ്റായി ഇടുന്നെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെരിച്ചൊക്കെ കൊടുക്കാം.
അത് നമ്മൾ കോഴി വെള്ളം കുടിക്കുന്നു. അപ്പോൾ നമ്മുടെ കോഴിക്കോടിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും ഒരു പുതിയ വീഡിയോയിൽ കാണാം.